അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള വാടാത്ത നാരങ്ങ നോക്കിയെടുക്കുക, എന്നാൽ മാത്രമേ കയ്പില്ലാതിരിക്കുകയുള്ളൂ. ഈ നാരങ്ങ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തു പോകാൻ പാടില്ല. തിളച്ച വെള്ളത്തിലിട്ട് 5 മിനിറ്റ് വെക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും കുറച്ചധികം വെള്ളം വെക്കാം. നാരങ്ങയുടെ ആ കയ്പ് രസം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇതാ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത നാരങ്ങ ഓരോന്നും ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. വെന്തു പോകാൻ പാടില്ല. പുറത്തുള്ള ആ കയ്പ് രസം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. മുഴുവൻ കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. മുളക് വറുത്ത് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്കയാണ്. അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്, ഒരു ഏലക്ക മതിയെ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഒന്നും കൂടി പോകരുത്, എല്ലാം കൃത്യമായ അളവിലെടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവയും ഒരുപാട് കൂടി പോകരുത്, 1/4 ടീസ്പൂൺ മതി. ചെറിയ സ്പൂണിന്റെ അളവിനാണ് പറയുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. അപ്പം ആദ്യമേ കടുക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി എല്ലാം നിറം മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചൂട് മാറിന് ശേഷം മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. തിളച്ച വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ആയി. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഈ നാരങ്ങ എടുത്ത് മാറ്റാം. തിളച്ച വെള്ളത്തിൽ നിന്നും എടുത്ത നാരങ്ങ ചൂടാണ്. ചൂട് മാറിയതിന് ശേഷം ഓരോ നാരങ്ങയും എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ ഇതുപോലെ ഇതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പം നാരങ്ങയെല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു നാരങ്ങ എടുക്കുക. നാരങ്ങയുടെ ഈ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതങ്ങ് മാറ്റാം. എന്നിട്ട് വീണ്ടും ഇത് 2ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ എടുത്ത് മാറ്റണം. കുരു ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല, എന്നാൽ പിന്നെ കയ്പ് രസം ഉണ്ടാവും. ഇതും നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യാം. ഈ നാരങ്ങയുടെ ഉള്ളിലുള്ള കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ പീസും 2ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാം കുരുവെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ജാറിൽ തന്നെ കട്ട് ചെയ്തെടുത്ത നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. തരിതരിപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം നാരങ്ങയുടെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് ചെയ്തിട്ടെടുക്കാം. തരിതരിപ്പായിട്ട് നാരങ്ങ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതുപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിന് ആയി പോകരുത്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ ഒരു രീതിക്ക്. ആ കറുത്ത പൊടികൾ നമ്മൾ നേരത്തെ പൊടിച്ചതിൻ്റെ പൊടിയാണ്. ഇനി നമ്മൾ ചതച്ചെടുത്ത നാരങ്ങ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് ചൂടായി വരണം, നല്ലതുപോലെ ഒന്ന് ചൂടാവണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് ഇതിലൊക്കെ ഒഴിക്കുക. ഇപ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കരയാണ്, പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയും പഞ്ചസാരയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ മാത്രം ചെയ്തിട്ടെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയിൽ മാത്രവും ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ആകുമ്പോൾ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക, ശർക്കര ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. രണ്ടും കൂടെ ആയതുകൊണ്ടാണ് 1/4 കപ്പ് വീതം എടുത്തിട്ടുള്ളത്. അപ്പൊ പഞ്ചസാരയും ശർക്കരയും ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ പഞ്ചസാരയും ശർക്കരയും ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കുറച്ച് ലൂസായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് വറ്റി വരണം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക, കൂട്ടി വെക്കരുത്. പിന്നെ ഇത് നിങ്ങളൊന്ന് നോക്കുക, കയ്പ്പ് രസം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും കയ്പ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ടൊക്കെ അല്ലേ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ രുചിച്ച് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചതങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടിച്ചു വെച്ചതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 4-5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. എരിവും മധുരവും കൂടെ ഉള്ള അച്ചാറാണ്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് കുറവായത് കൊണ്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അവരുടെ രുചിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുകി വരണം. ഫ്ലെയിം ഇനി കുറച്ച് വയ്ക്കാം. ഒരു 4-5 മിനിറ്റ് ആവുന്ന സമയത്ത് നല്ലതുപോലെ കുറുകി ഒന്ന് സെറ്റായി വരും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 4-5 മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകി ഉരുണ്ട് വരരുത്. ചൂട് മാറിക്കഴിയുമ്പോൾ നല്ലതുപോലെ നല്ലോണം കട്ടിയാവും. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് ഒന്ന് നോക്കുക അതിൻ്റെ പരുവം ആയോ എന്ന്. ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരും നൂല് പോലെ, ഒരുപാട് വലിഞ്ഞു പോകരുത്, എന്നാൽ പിന്നെ കട്ടയായി പോവും. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഒന്ന് കയ്യിലിങ്ങനെ ഇടിച്ച് നോക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന ഈ ഒരു പരുവം, ഒരു ചെറിയ നൂല് പോലെ വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലതുപോലെ ചൂടൊന്ന് മാറണം. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂട് മാറണം. ഇപ്പം കണ്ടില്ലേ, കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചല്ലേ എടുക്കുള്ളൂ, 1 ടീസ്പൂണൊക്കെ അല്ലേ എടുക്കുള്ളൂ, ഒരുപാടൊന്നും കഴിക്കില്ലല്ലോ. ഇത് 1 വർഷം പോയിട്ട് ഒരാഴ്ച പോലും ഇരിക്കില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇത് വർഷങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മളിതിൽ വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ഇഞ്ചി ചേർത്തിട്ടില്ല, എണ്ണയോ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല. എങ്കിലും നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. ഇത് ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഭരണിയിലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എരിവും പുളിയും മധുരവുമുള്ള മധുര നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാകും. നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം ഈർപ്പൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഭരണിയിലോ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം, ബിരിയാണിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലൊരു നാരങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്